നമ്മുടെ ബായി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാലാ സെറ്റാക്കിണ്ട് കിട്ടാം. എന്തൊക്കെ പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ മടക്കി വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ നാട്ടില് കാലത്തോടെ നല്ല ഫോഗ് ആടുന്നു. ഇനി ഇവിടുന്ന് ഫുള്ള് കയറ്റാനുണ്ടാകും. നേരെ അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ആൾ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകാൻ. ചായ കുറച്ച് കരുതി. താങ്ക് യു ബായി. चाय करना चाहते हैं चाय इधर से शीलम जाने कितना दूर है? शीलम कितना दूर है? यहाँ पे? हाँ। पता नहीं होगी। 50 किलोमीटर के ऊपर है। मेरे पास रेंज नहीं है फ़ोन का. फ़ोन का रेंज नहीं है देखने का. का 70 किलोमीटर है. 70 मतलब 60 70 किलोमीटर है. हाँ ओके. यहाँ से 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ 30 കിലോമീറ്ററിനുള്ളിൽ തന്നെ പോയിട്ടുള്ളൂ. വീട്ടിലൊന്നും പോയിട്ടില്ല. പിന്നെ ചായ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് പോവാ കേട്ടോ. ഓക്കെ അങ്ങനെ അപ്പം ശരി. നമ്മൾ പെട്രോൾ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടാ. അത്യാവശ്യത്തിന് മോശമില്ലാത്ത കയറ്റാ. ഞാനപ്പോൾ കുറച്ചോരം ചവിട്ടി പിന്നെ തള്ളി തുടങ്ങി. വേർത്ത് തുടങ്ങി കാലത്ത് തന്നെ. ഓ വേർത്ത് വലിക്കാന്ന് ഞാൻ ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞ് പിണ്ടി പരിവായി. ആ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ടൈമിൽ. ഈ റോഡ് വലിയ ഇതില്ലാന്ന് പറഞ്ഞേ. എന്താ വെച്ച് കഴിഞ്ഞാൽ കയറ്റുണ്ട് ഇറക്കുണ്ട് പിന്നെ പ്ലെയിൻ ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത്. നോക്കി നോക്കാം. ഇവിടേക്ക് സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ട് എല്ലായിടത്തും. നല്ല കുളിച്ചിട്ടില്ലേ. ഇതിൻ്റെ അടിയിൽ പോയി കുളിക്കാൻ നല്ല രസമുണ്ടാവും. നല്ല തണുത്ത വെള്ളമാവും. വേർത്തിട്ട് ആ ഒട്ടിപ്പിടിക്കുക ഡ്രസ്സൊക്കെ. അതിൻ്റെ ആ മലയുടെ മുകളിലൊക്കെ ഉണ്ട് വാഴകളോട്ട്. അതിൻ്റെ മുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കവുങ്ങുണ്ട്, വാഴകൾ കുറേ ഉണ്ട്. വേർത്തൊലിക്കുമല്ലോ സീനി. ശീലങ്ങളെ വഴി ഗംഭീര സീനാട്ടാ. നല്ല കയറ്റാ. ഒരു ചെറിയ ഇറക്കം കിട്ടി നടക്കുന്നുണ്ട്. ഫുള്ള് കയറ്റാ. ഇപ്പോൾ ഒരു കട കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. ഇവിടെ വന്നിട്ടാ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. വേറെ ഒന്നുമില്ല. പിന്നെ വേറെ എന്താ പേര് പറഞ്ഞിട്ട് ഇവർ സംസാരിക്കണത് മനസ്സിലാവുന്നില്ല ഒന്നും. ഹിന്ദിയും പറയാൻ ചില ഹിന്ദി അധികം അറിയില്ല. അതൊക്കെ പ്രശ്നം. എന്തായാലും ഫുഡ് കഴിക്കാൻ പോയിട്ട് വിഷമിട്ട് ചെയ്യാം. ഷീറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് ചൂടാൻ കിട്ടുക. വയ്യാണ്ട ഇവിടെ റൊട്ടി മാത്രമല്ല പറഞ്ഞ റൊട്ടിയുടെ വലിപ്പം നോക്കി ഇത്രയും പോകുന്ന റൊട്ടിയാണ്. റൊട്ടിക്ക് 60 രൂപ പറഞ്ഞാണ് സെറ്റപ്പ്. ഇവിടെ എന്ത് വില കുറവാന്ന് നോക്കി. അല്ല എന്ത് വില കൂടില്ല. 2 റൊട്ടിക്ക് 60 രൂപ. ഇതിന് എന്താ ദൂരെ പൊറോട്ടയാണ്. മേഘാലയയിൽ കയറിയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാസി എന്ന് പറഞ്ഞുള്ളൊരു ട്രൈബ് ഉണ്ട്. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിട്ടു. ഒരാളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയില്ലേ പറയുന്നത് ഒന്നും മനസ്സിലാവണില്ല. ഞാൻ പറയണത് ഇവർക്ക് മനസ്സിലാവണില്ല. ഹോട്ടലിലുള്ള ചില ആൾക്കാർക്ക് ഹിന്ദി അറിയുന്നുണ്ട്. ബാക്കിയുള്ള വഴി കൂടെ പോകുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. എന്തിട്ട് ഭാഷ പറയണത് എനിക്ക് മനസ്സിലാവണ പോലും ഇല്ല. അത് ചെറിയൊരു പിടുത്തം പോലും കിട്ടുന്നില്ല. എന്തിട്ട് സംസാരിക്കണ ഒരു രക്ഷയില്ല. അറിയില്ലേ. ഫുള്ള് ഇങ്ങനത്തെ ടൈപ്പാണ്. മരം കൊണ്ട് തന്നെ പല കൊണ്ട് അടിച്ചിട്ടുള്ള വീടുകൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ കുറേ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് ഹൈവേ കൂടെ പോകണ കാരണേ ചിലത് കാണാൻ മാത്രമല്ല. പക്ഷേ കുറച്ച് ഉള്ളേരിയ കിടന്ന് കറങ്ങേണ്ടി വരും. പക്ഷെ ഉള്ള ഏരിയയിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടുത്തെ ആൾക്കാർ
ചിലവർ സഹായിക്കുന്നുള്ളൂ, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും തീരെ ഹെൽത്ത് മെൻറ്റാലിറ്റി ഇല്ലാത്ത ടെൻ്റ് അടിക്കുന്നതിന് പൈസ വാങ്ങാൻ എനിക്ക് പറഞ്ഞേ. ഇവിടുന്ന് ഇനിയിപ്പോൾ ഷീലോങ് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. ഇതൊക്കെ നല്ല പിടപ്പം വിടാമല്ലോ കേട്ടോ. കുറേ നേരം നല്ല പിടപ്പം കയറ്റാടുന്നുണ്ട്. കുറേ ദൂരം ഇപ്പോൾ പ്ലെയിൻ റോഡ് കിട്ടി. സമയം ഏകദേശം ഇത്ര 1:30-1:45 വീണ്ടും കയറ്റം പറയുന്നുണ്ട്. വിട്ടു പ്ലെയിൻ റോഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അപ്പോഴേക്കും കയറ്റം കിട്ടിയെന്നായി. സൈഡിലുള്ള കടകളൊക്കെ കണ്ടാ ചെറിയ ചെറിയ കഥകള. ഹായ്, ഇതിൽ വീടും ഇട്ടത് വീടാണ് കണ്ട. കുറേ വീടും കുറേ ഇതും. ഒരാൾ പാറയൊക്കെ പുറത്ത് കൊണ്ടു നോക്കിയാൽ ഫ്രണ്ടില്ല കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? മുകളിലാണ്ട് വരില്ല കേട്ടോ. ആവശ്യത്തിന് ചൂടൊക്കെ ഉണ്ട്, പക്ഷേ കാലത്ത് നല്ല കോടം നടന്നു. അതേപോലെ ഇന്നിപ്പോൾ സീസൺ തുടങ്ങുകയെന്ന് പറഞ്ഞു. അവിടെ ഷീലോങ്ങിൽ എത്തിയിട്ട് അവിടെ നിന്ന് പോണ വഴിയാണ് ബാക്കി മൊത്തം നല്ല സ്ഥലങ്ങളെന്നാണ് അറിയപ്പെടണത്. എന്നിട്ടാണോ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. ആകെ വയറ് മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. വയറിൻ്റെ ഉള്ളിൽ കാണുന്നത് മനസ്സിലാവണില്ല. ഇത് എനിക്ക് ചെടികളൊക്കെ കാണാം, നല്ല സ്ഥലം. അറക്കായി വെൽക്കം ടു ഷീലോങ്. 46 കിലോമീറ്റർ. എത്ര നേരമായി എന്നറിയൂ. ഇന്നിപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ കാലത്ത് 8 മണി 7:45 8 മണിക്കാണ് തുടങ്ങിയതാ. ആകെ ചവിട്ടിയിട്ടുണ്ടാവുക ഞാൻ ഒരു 30 കിലോമീറ്ററാണ് ചവിട്ടിയിട്ടുണ്ടാവും. അതാ ഉണ്ടാവില്ല കൊണ്ടിട്ടാ. 25 ഉണ്ട് കയറ്റും. അതെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് കയറ്റൊന്നും നടന്നില്ലല്ലോ. കയറ്റം ചവിട്ടി കയറാൻ പറ്റില്ല. പിന്നെ 4 ദിവസം ഗുവാഹട്ടിയിൽ റെസ്റ്റ് എടുത്തുല്ലോ. അതും കൂടി ആയപ്പോഴേ ഷാറായി. ഇപ്പോൾ പിന്നെ കുറച്ച് ഇറക്കങ്ങളുണ്ട്, കാരണം കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോൾ ഈ കയറ്റം കഴിഞ്ഞ് ചവിട്ടിക്കാരനോ അവിടെ നിന്ന് ഇത്ര ദൂരം നടന്നത് ഇറക്കാറുണ്ട്, കാരണം കുഴപ്പമില്ല. ഇവിടെ ഈ കണ്ടമാനം GT കണ്ടമാനുണ്ട്. കണ്ടില്ലേ എന്തോരാന്നറിയോ? ഫുൾ ടീമുള്ളൊരു GT. സാധാരണ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഹിമാലയനൊക്കെ കണ്ടില്ല. അതേപോലെ GT ഇവിടെ കണ്ടമാനം GT ഉണ്ട്. GT കണ്ടില്ല. ഇപ്പോൾ ഈ പോണ വഴിക്ക് വല്ല ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. ഞാൻ പെട്രോൾ പമ്പ് നോക്കിയപ്പോൾ വേറെ കാണാനൊന്നുമില്ലേ. കാണണ്ടോ നോക്കിയൊന്ന് വളഞ്ഞിട്ടുള്ള വഴികളോ കാണാനില്ല. നോക്കിയിട്ട് കാര്യമില്ല. റോഡ് തന്നെ അടിപൊളി റോഡാട്ടാ, അതിലൊന്നും ക്ഷാമില്ല. കയറ്റം തുടങ്ങി. കുറെ പള്ളികൾ കാണാണ്ട് അവിടെ ഇവിടെയൊക്കെ. മലയാളി അച്ഛന്മാരെ ചാറ് പിടിക്കുക ഉണ്ട്. അവരോട് ചേർ ചോദിച്ചോക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ തേയിലത്തോട്ടുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ കേട്ടോ. 2-3 ലെയറിലൊക്കെ ആയിട്ടുള്ളൂ, കൂടുതലൊന്നുമില്ല. ഇപ്പം കാട് ഏരിയ ആയി തോന്നുന്നുണ്ട്. ഫുള്ള് കാട് പോലെ കാണാനുള്ള വീടൊന്നും കുറവായി. വണ്ടികൾ കുറേ കൊണ്ടിട്ടിരുന്നത്, അത് കാരണം പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച് കയറ്റിട്ട് വിട്ടാലോ വിചാരിച്ചേ. അപ്പോൾ പിന്നെ വിചാരിച്ച് പോയി. നല്ല റോഡാണ്. പിന്നെ നോക്കി നോക്കാം. ഇവിടുത്തെ ആൾക്കാർ എന്താ അവസ്ഥ പറയാണ്ട് 2-4 ദിവസം ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. പക്ഷേ ഇവിടം വരെ ഉള്ളത് പിന്നെയും കുഴപ്പമില്ലായിരുന്നേ. ഇത് നമ്മൾ ഹൈവേ ആണല്ലോ. ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോണത് സീനെന്ന് പറഞ്ഞേ. നോക്കട്ടെ എന്തായാലും. കണ്ട കടകളുണ്ടോ? കുഞ്ഞു കടകളാണ്. ഇത് കയറ്റായി. പിന്നെ വരാം. എടുക്കണ സാധനം നോക്കി. ഇവിടെ ജിമ്മിനൊക്കെ ജാതി പെടപ്പനായിട്ടാണ് പണി കഴിക്കണേ. കാരണം നമ്മളൊരു പെട്രോൾ പമ്പ് എത്തി സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ടെൻ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ട് മറ്റൊരു പറഞ്ഞ പോലെ കറക്റ്റായി ഒരു 3 പെട്രോൾ പമ്പിൽ ചോദിച്ച് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇവിടുത്തെ ആളും ഈ പറഞ്ഞ പോലെ ഇവിടെ പെട്രോൾ പമ്പിൽ അടിക്കാൻ സാങ്ഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിച്ചിട്ട് സംസാരിക്കണം, അങ്ങനത്തെ രീതിയിൽ നീ വെറുതെ തള്ളി വിട്ടു വിട്ടാ. ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാ സൈറ്റും ഇറങ്ങണമെന്നാണ്, എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ പോലീസുകാർ വിളിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു മാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓണർ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓണറെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്കാണ് പ്രശ്നം, ഓണർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു ഓക്കെ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാൻ എടുക്കുക. അങ്ങനെ ചോദിക്കുന്നത് തന്നെയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് കുഴപ്പമില്ല ഇവിടെ കിടന്നു പറഞ്ഞു. അപ്പോൾ സെറ്റായി എടുക്കാനുള്ളത്. ഞാൻ ആദ്യം അവിടെ പോയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ അവിടെ.
അവിടെ പോയി അടിച്ചിട്ട് നോക്കുമ്പോൾ ചാർജിങ്ങിൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ സെറ്റായി. അങ്ങനെ നോക്കുമ്പോൾ ഞാനും ഇവിടെ ടെൻ്റ് അടിക്കുന്ന നേരത്ത് അപ്പുറത്ത് കുറേ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട് കേട്ടോ. അവർ കള്ളുടിക്കുക പമ്പിൻ്റെ ഉള്ളിലാട്ടോ സേറ്റുവലി. ഇവരെന്താ പണിക്കാരാകുന്നുണ്ട് ഇവിടുത്തെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ ആ ലോറിയിൽ അവിടെ ഒരു ചേട്ടരിക്കുന്നുണ്ടോ. ആൾ വന്നിട്ട് ഞാൻ ടെൻ്റ് അടിക്കുമ്പോൾ എൻ്റെ ആൾ ഗുവാഹട്ടിയിലുള്ളതാണ്. ആൾ വന്നിട്ട് പറഞ്ഞു രാത്രിത്തെ പ്രശ്നം നോക്കണ്ടോ ഞാൻ ഉണ്ടാക്കിയിറങ്ങുന്നത്. അപ്പോൾ ആളെന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ആൾ ലോറിയും കൊണ്ട് വന്നിട്ടുള്ളതാണ്. രാത്രിത്തെ ഫുഡ് സെറ്റായി. ഒന്ന് പെട്രോൾ പമ്പിലത്തെ എന്ത് വലിയ പെട്രോൾ പമ്പ് നോക്കിയിരുന്നുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കൊരു കുറേ ബുദ്ധിമുട്ടേ. എന്ത് ചെയ്യാലോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ രാത്രി ഉറക്കും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നേരെ കെടുക്കാനുള്ള പരിപാടി വേണം. കുളിക്കാൻ നോക്കി നടന്നില്ല. ഇന്നലെയും കുളിക്കാൻ പറ്റിയില്ല. കട്ട പോസ്റ്റ് ഉണ്ട്. ഇന്നലെ മര്യാദയ്ക്ക് അവിടെ കുളിക്കാൻ സൗകര്യം നടന്നു. ഞാൻ കുളിക്കും ചെയ്തില്ല. നേരം വൈകി കാരണം നല്ല മഞ്ഞിൻ്റെ നടന്നു. അപ്പോൾ ഇനി വീണ്ടും വയ്യാണ്ട് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ 5 വെള്ളം ചോന്നിട്ട് കിടക്കണം. എന്ത് ചോപ്പെന്ന് പറയുക. അപ്പോൾ പിന്നെ അത് നിർത്തി. പക്ഷേ അപ്പുറത്ത് ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് 2-3 ആൾക്കാർ കുളിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കട്ടെ പറ്റാന്ന് വെച്ചാൽ അവിടെ പോയി കുളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. അത് നടക്കുള്ളൂ. ഉണ്ടല്ലേ ഇവിടുത്തെ ലോക്കൽ ടീം പോലെ ഉണങ്ങുന്നു. പള്ളുകൂടി പരിപാടി ഫുഡ് അടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അപ്പം ശരി. ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. വെള്ളമെടുത്തേക്ക് പോയേക്കാം. आपका काम चालू हो गया है पुडिंग? हाँ स्पेशल क्या है? स्पेशल कर दिया? नहीं मैं वीडियो बनाने का वही प्रॉब्लम है. मैं पूरा एक ही दिन क्या करने का पूरा वीडियो करने का. हाँ स्पेशल क्या है? ये अंडा बनाएगा. ठीक है. अंडा इसको बॉईल करेगा. इसके बाद में इसको फ्राई. हाँ फ्राई करेगा. हाँ ओके. हाँ ये गैस काटेगा. हाँ ये वाला गैस है आपका? हाँ ये गैस है अभी. हाँ ये हाँ अभी मैं निकलता हूँ. हाँ बारिश आएगा ना. ये बारिश आने से हाँ आपका जो ये है ना इसके अंदर में रखो. नहीं इसका अंदर पानी नहीं आएगा. नहीं, कोई बात नहीं. इधर है ब्रेक डाउन है गाड़ी. हाँ गाड़ी ब्रेक डाउन है. हाँ इधर ആളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കാന്ന്. അതിൻ്റെ ഉള്ളിൽ അടിച്ചു വന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ. एयरबॉक्स ये तो गुवाहाटी गया. ये CNG का पंप है? हाँ हाँ ये CNG नो. ये डीजल का है. डीजल का है. ये नया मॉडल है. हाँ हाँ एयरबॉक्स डाउन हो गया. ओके ओके. अब इसका अंदर में आराम से स्लीपिंग करो. नो प्रॉब्लम. हाँ ओके. हाँ ये पूरा सामान इधर ही है. हाँ एकदम पूरा एम्प्टी है. हाँ अभी दोनों भाई में एक साथ में. हाँ छोटा टाइप है गैस है. हाँ ये है ना. हमारे पास है दूसरा टाइप है गैस है. ये स्प्रे बोतल है. ये टाइप है. हाँ ठीक है. ये खोलने का है. ये क्या है? ये लॉक. हाँ लॉक है. ये में कोई प्रॉब्लम नहीं है. ठीक है. हाँ बारिश आएगा अंदर में रहेगा. हाँ पूरा खाली है. आप रात में इधर ही रहना है. हाँ मैं सोऊंगा. हाँ मच्छर ज़्यादा आएगा. मच्छर केबिन का अंदर में. हाँ 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 ओके ओके. ये खाना बनाने का. हाँ खाना बना दो. एक साथ दोनों भाई खाएंगे. हैं क्या? दोनों एक साथ खाएंगे. हाँ हाँ ओके. आराम से एकदम. हाँ ओके. ये बनाने का है. ഞാനാണ് ഫുഡ് ഉണ്ടാക്കട്ടെ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് സെറ്റാകാൻ പോയിട്ട്. ലൈറ്ററേ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ പോയിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കുത്തിക്കണം കൊണ്ടുപോയിട്ട് ഞാൻ അതുകൊണ്ട്. നമ്മുടെ ബായി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതാണ്ടതാ സെറ്റാക്കിയിട്ട് കിട്ടാം. എന്തൊരു മീനിൻ്റെ ചമ്മന്തി കറി ചോറ് ഒക്കെ സെറ്റാക്കിയിട്ട് തന്നെ ബായ് ബായ് ഹായ്. ആ തന്നെ ബായ്. എല്ലാം സെറ്റാണ്. നമുക്ക് ഫുഡ് ഇപ്പോൾ രാത്രി ഫുഡ് ആളുടെ വക കേട്ടാ. നമുക്ക് ഇവിടെ ഇരിക്കാം.
അപ്പം ശരി കേട്ടോ, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ പോയിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ടെൻറ്റ് ഗ്യാസ് പെട്രോൾ പമ്പിലൊക്കെ നല്ല കോട്ടയാണ് കണ്ടില്ലേ. ഇതിൽ കണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല കോട്ടയാട്ടെ ശരിക്കും. എൻ്റെ മുഖമൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും. അങ്ങനെ പെട്രോൾ പമ്പിൽ ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ട് നേരത്തെ ടാർപ്പായ അടിയിലിട്ട് നടന്നു. അതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് വെള്ളം കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഊരിട്ടു. അടിയിൽ മൊത്തം വെള്ളം കിട്ടിയിട്ട് ചെറുതായിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ ലീക്കൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും അറിയാം കോടല് നോക്കിയേ ഉണ്ടാ. ഫുള്ള് മഞ്ഞാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഞ്ഞെന്ന് പറയില്ല, അമ്മമാര് മഞ്ഞ. അങ്ങനെ അപ്പം ശരി മക്കളെ, ഞാനേ നല്ല കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. കിടക്കണില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോണ് ചാർജ് ചെയ്യാൻ കുത്തിക്കണം. അപ്പോൾ അടുത്തൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് കിടക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.